വസന്ത ഇതുവരെ വരാത്തെ? ഇപ്പൊ വരും സർ. സാറേ, അതാണ് PP വീരേന്ദ്രൻ. അവരടുത്തുകൂടെ പോകുമ്പോ പുലി പോകുന്ന പോലില്ലേ? എന്താ ലേറ്റ് ആവുന്നേ? ജഡ്ജി വരാൻ ഇനി 1 മിനിറ്റും കൂടെ ഉള്ളൂ. എപ്പോ കേസ് പിടിക്കും, എപ്പോ വാദിക്കും? ഞാനന്ന് പ്രിപ്പയർ ചെയ്യായിരുന്നു. എങ്കിലും പഠിക്കേണ്ടത് കേസല്ല, കുറ്റവാളികളെയാ. വാദം തുടങ്ങാം. പ്രതിയെ വിളിക്കൂ. മിസ്റ്റർ വീരേന്ദ്രൻ, പ്രൊസീഡ്. യുവർ ഓണർ, സിദ്ധാർത്ഥ് എന്ന കുറ്റവാളിയുടെ ഭാര്യ അഞ്ജലി കഴിഞ്ഞ മാസം 21-ാം തീയതി രാത്രി 10 മണിക്കാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അന്നേ ദിവസം രാത്രി 11 മണിക്ക് സ്വന്തം മകളെ കാണാൻ വന്ന അഞ്ജലിയുടെ അമ്മ അവർ പലതവണ ബെല്ലടിച്ചിട്ടും കതക് തുറക്കാതായപ്പോ തങ്ങളില്ലാത്ത സമയത്ത് അമ്മ വീട്ടിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി വീടിന്റെ മറ്റൊരു താക്കോൽ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അഞ്ജലി, അഞ്ജലി, അഞ്ജലി. അവിടെ അഞ്ജലിയുടെ മുറി പൂട്ടിക്കിടക്കായിരുന്നു. വാതിലിന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം കണ്ട് മരുമകനായ ഈ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ ഫോൺ ചെയ്തു. സിദ്ധാർത്ഥിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് പോലീസിനെ വിവരം അറിയിച്ചു. സംഭവ സ്ഥലത്തെത്തിയ DCP പൂട്ടിക്കിടന്ന വാതിൽ പൊളിച്ചകത്ത് കിടന്നു. അഞ്ജലിയുടെ മൃതദേഹമാണ് അവിടെ കണ്ടത്. സാറേ, അവര് സംസാരിക്കുമ്പോ ആണി അടിക്കുന്ന ശബ്ദം എവിടുന്ന് കേൾക്കുന്നുണ്ട്. അതെന്റെ നെഞ്ചിടിപ്പാടാ. ഇത് പോലീസുകാർ വാതിൽ തുറക്കുമ്പോൾ എടുത്ത വീഡിയോ ഫുട്ടേജാ. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന സാക്ഷികൾ 2 പേരാണ് മൈലോഡ്. 1 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, 2 ഫോറൻസിക് റിപ്പോർട്ട്. മൈലോഡ്, ഫോറൻസിക് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് 4 വിരലടയാളങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ്. അതിലൊന്ന് ഈ നിൽക്കുന്ന സിദ്ധാർത്ഥിൻ്റെതാ. രണ്ടാമത്തേത് മരിച്ചുപോയ അഞ്ജലിയുടെയും, മൂന്നാമത്തേത് അവരുടെ അമ്മ പത്മയുടെയും, 4-മത്തേത് അവിടുത്തെ ജോലിക്കാരിയുടെയും. സോ മൈ ലോർഡ്, അക്കോർഡിംഗ് ടു ദി സീൻ ഓഫ് ദി ഒഫൻസ്, ഈ 4 പേരുടെയും വിരലടയാളങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കേസിൽ മറ്റാരും ബന്ധപ്പെട്ടിട്ടില്ല. അഥവാ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അയാളുടെ വിരലടയാളം ലഭിക്കുകയും അതുപോലെ അഞ്ജലിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടന്നിരിക്കണം. സോ ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് വീടിനകത്ത് ആക്രമണത്തിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ജലിയെ ഒരു മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കുത്തിയത് കൊണ്ടാണ് ധാരാളം രക്തം നഷ്ടപ്പെട്ട് രാത്രി 10-നും 10:30-ക്കും ഇടയിൽ മരണപ്പെട്ടിരിക്കുന്നത്. അന്ന് വൈകുന്നേരം 5 മണിക്ക് വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് വേലക്കാരി പുറത്തേക്ക് പോകുന്നത് അവിടുന്ന് കിട്ടിയ വീഡിയോ ഫുട്ടേജിൽ നിന്ന് വ്യക്തമാണ്. ആ സമയം അഞ്ജലി ജീവനോടെ ഉണ്ടായിരുന്നു. അതായത് ഈ കൊലപാതകവും ജോലിക്കാരിയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് മനസ്സിലാക്കി.